ഹലോ അസ്സാം വലൈക്കും. നമ്മളൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ തറവാട്ടിൽ എല്ലാവരും കൂടി ഒത്തു കൂടിയപ്പം കൂടുതൽ ആളുകൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഫുഡ് തയ്യാറാക്കിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ നമ്മൾ 2 കിലോ വെച്ചിട്ടുള്ള ചിക്കൻ മന്തിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ 5 കിലോ അരി വെച്ചിട്ടുള്ള ബീഫ് ബിരിയാണി, പിന്നെ ക്യാരമൽ ചെയ്തിട്ട് നമ്മൾ അടയും സേമിയയും കൂട്ടിയിട്ടുള്ളൊരു അടിപൊളി പായസമാണ് നമ്മളിതിൽ റെഡിയാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ വാച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മന്തിക്കുള്ള ചിക്കനൊന്ന് തയ്യാറാക്കി വെക്കട്ടെ കേട്ടോ. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ്. ഒരു മീഡിയം പീസ് വലുപ്പത്തിലാണ് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിന് കല്ലിൽ ഒരു അല്പം ചെറിയ ജീരകം കുരുമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത്യാവശ്യം കുറച്ച് വലിയൊരു സവാളയും ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മാഗി ക്യൂബ്, അത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് മിക്സായിട്ട് വരണമെങ്കിൽ ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നൊരു മെത്തഡാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണം കേട്ടോ. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കളറ് ചിക്കനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു അല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതൊക്കെയുള്ള സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കേട്ടോ, ഒരു അല്പം മാത്രം പച്ചമുളകൊന്ന് ക്രഷ് ചെയ്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കുറഞ്ഞ രീതിയിൽ മാത്രം, ചെറിയൊരു സ്പൈസസ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൂടി ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1-2 ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് ആയിരുന്നു, അപ്പം ഒരു 2 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും. അപ്പോൾ അതവിടെ മാറ്റി വെക്കട്ടെ. ഇനി ബിരിയാണിക്കുള്ള ബീഫാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. 2 കുക്കറിലായിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. മഞ്ഞളും കുരുമുളകും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് വേവിക്കുന്നത്. നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. ഞാൻ ഒരു കുക്കറിലാണ് മസാല തയ്യാറാക്കുന്നത് കേട്ടോ. കുക്കറിൻ്റെ അടിയിൽ നമ്മൾ 1 കിലോക്ക് 3 തക്കാളി 4 സവാള ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോക്ക് 3 തക്കാളിയും 4 സവാള എന്നുള്ള രീതിയിൽ എടുത്തിട്ട് കുക്കറിൻ്റെ ഏറ്റവും അടിയിൽ തന്നെ ഒരു ലെയർ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ അതൊക്കെയുള്ള സവാള ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് പേസ്റ്റ് ആവണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് വഴറ്റിയെടുത്ത ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാനിത് ഈ ഒരു കുക്കറിലൊന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊരൊറ്റ വിസിൽ വരുന്നവരെ ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് വിസിൽ വന്നതിന് ശേഷം നോക്കാം. നമ്മൾ ഏത് ചെമ്പിലാണോ ബിരിയാണി സെറ്റാക്കുന്നത് ആ ഒരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മൾ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ബിരിയാണിക്ക് ഗരം മസാല ഉണ്ടാക്കുമല്ലേ, ബിരിയാണിയും എല്ലാം സ്പൈസസൊക്കെ ഉള്ള എല്ലാ ഫ്ലേവറും ചേർത്തിട്ടുള്ള ഒരു പൗഡർ ഉണ്ടല്ലോ, അതാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു പിടി ചപ്പും പൊതിന ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ആ ഒരു ഉള്ളിയും തക്കാളിയില്ലേ, ആ ചതവൊക്കെ ഇട്ട് വെച്ച് ആ ഒരു മസാല തയ്യാറാക്കിയത് ഇതിക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. അങ്ങനെ വെക്കുമ്പം കുറഞ്ഞ സമയം കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ നല്ല ഈ ഒരു ഈസി മെത്തേഡാണത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, നമ്മൾ മഞ്ഞളും കുരുമുളകും ഗരം മസാലയും ഉപ്പും ചേർത്താണ് ബീഫ് വേവിച്ചിട്ടുള്ളത്. അത് കംപ്ലീറ്റ് 2 കുക്കറിലായിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അത് 2 കുക്കറത്തതും ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് മസാല ഒന്നും ആഡ് ചെയ്യില്ല. ഞാൻ ബിരിയാണി മസാല പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് കിട്ടില്ലേ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ബിരിയാണിക്കുള്ള തൈര് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സ്റ്റോക്കെല്ലാം ഇതിലുണ്ട്. ഇതിന്ന് കുറച്ച് സ്റ്റോക്ക് നമുക്ക് മസാല എല്ലാം കംപ്ലീറ്റ് റെഡി ആയതിനു ശേഷം കുറച്ച് സ്റ്റോക്ക് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. ഈ ഒരു മസാലയിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് നമുക്ക് മാറ്റി വെക്കണം. നമ്മൾ തൈര് പുളി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സുറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 5 കിലോ ബീഫ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു പുളി കുറവായതുകൊണ്ട് തന്നെ പിന്നെ ബീഫ് നന്നായിട്ട് വേവാനൊക്കെ നല്ലതാണല്ലോ. ഒരു 4-5 പച്ചമുളക് നടുവ് പിളർന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചപ്പും പുതിനയും കൂടി മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ടത് കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇനി സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചോറ് വേവിച്ച് ഊറ്റി ഇടൂലേ, അരിയെല്ലാം തിളപ്പിച്ച് പാകത്തെ വേവിൽ ഊറ്റിയിട്ട് ദം ചെയ്തെടുക്കുകയാണ്. അതിന് ലെയറിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതിന് മേലെ വീണ്ടും ചോറ് വേവിച്ചിട്ടുള്ള ചോറ് ഊറ്റി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ഭാഗം വേവായിട്ടുള്ള ചോറാണ് കേട്ടോ. പിന്നെ ബിരിയാണി മസാല ലെയറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാധാരണ ദം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുകയാണ്. നമ്മൾ അടുത്ത് ചില സ്റ്റോക്ക് ഈ സമയത്ത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു സ്റ്റോക്ക് ചോറിൽ ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. ജസ്റ്റ് 2-3 പച്ചമുളക് കൂടിയൊക്കെ കുത്തി വെച്ച് കൊടുത്തതിന് ചോർക്ക് ആ ഒരു മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടവർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. നമ്മൾക്ക് ഇതിക്കുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതിലൊരു ഹാഫ് ഭാഗമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരിയിട്ടുള്ള ഒരു സൺഫ്ലവർ ഓയിലാണ് വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നത്. അതോടെ ചോറിൻ്റെ മേലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ദം ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ മന്തിയിലേക്കുള്ള ചിക്കനാണിത്. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന വരെ ഒന്ന് വെക്കാം. ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമ്മൾ സാധാരണ മന്തിക്ക് അരി ഊറ്റിയിടുന്ന പോലെ തന്നെ ഊറ്റിയിടുകയാണ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇടാം. ഇനി പായസത്തിനുള്ള തയ്യാറാക്കാം. പായസം കുക്കറിലാണ് ഞാൻ സേമിയ വേവിച്ചെടുക്കുന്നത്. സേമിയ നെയ്യിൽ വറുത്ത് വേവാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മളൊരു പാനിൽ ഒരു ചെമ്പിൽ 1 കപ്പ് ഷുഗർ ഒഴിച്ചിട്ട് ഷുഗർ ഇട്ടിട്ട് അത് ക്യാരമൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിൽ ആ സമയം കൊണ്ട് ഇവിടെ സേമിയ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ മാത്രം വെച്ചാൽ മതി. ഇത് ക്യാരമലായതിന് ശേഷം തിളപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച് നല്ല ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ പാല് പിരിഞ്ഞ് വരും. ഞാനിവിടെ 3.5 ലിറ്റർ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂട്ടിയിട്ടാണ് തിളപ്പിച്ചത് പാൽ കേട്ടോ. വെള്ളം പിന്നീട് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ആ പാല് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ അതിലേക്കുള്ള വെള്ളം ചേർത്തിട്ട് വേണം പാല് തിളപ്പിച്ചെടുക്കാൻ. ഞാനിവിടെ അട ഒരു 20 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അട അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടയെല്ലാം ഇങ്ങനെ പിരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അട നന്നായി പിരിഞ്ഞ് വന്ന ശേഷമാണ് ഞാൻ സേമിയ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. സേമിയം ഒരു വിസിൽ വന്നതിന് ശേഷം അതോടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി ഒന്ന് സേമിയ അടയൊക്കെ ഒന്ന് ഈ ഒരു പാലിൽ മിക്സായി വരുന്ന വരെ ഒന്ന് ഇട്ടതിന് ശേഷമാണ് അണ്ടി മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പായസം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പാല് തിളപ്പിച്ച സമയത്ത് തന്നെ ആ പാലിക്ക് എത്ര ഇതിക്ക് ആവശ്യത്തിലുള്ള ഷുഗർ ചേർത്തിട്ടാണ് പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മധുരം കമ്മി ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് അതോടെ ചേർത്ത് കൊടുക്കുക. ഏലക്കായി പൊടിച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണ്ടോ, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാകത്തെ തിക്കായിട്ടുള്ളൊരു പായസമാണ് ഈ സമയത്ത്. ഇനി ചൂടാറി വരുമ്പം ഒന്നുകൂടി ഒക്കെ തിക്കായി വരും. വേവുന്ന സമയത്തിന് നല്ല തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടിക്കുന്ന സമയത്ത് പറ്റ കട്ടിയായി പോകുമല്ലോ. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു
ചെമ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ബിരിയാണിയൊക്കെ. അവിടെ നല്ല പാകത്തെ വേവായിട്ടുണ്ട് ചോറൊക്കെ. ആ ഒരു സ്റ്റോക്ക് ഒഴിച്ച് വിചാരിച്ച് ചോറിന് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ആ ചോറൊക്കെല്ലാം മസാലയുടെ ഫ്ലേവറെല്ലാം പിടിച്ചിട്ടേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. നമ്മൾ ഉള്ളി വറുത്തത്, അണ്ടി മുന്തിരിയൊക്കെ വറുത്തത് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ദമ്മിടുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മന്തി തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.